സംസ്കൃതോത്സവത്തിൽ പ്രതിഭയായിക്കൊണ്ട് 3 സമ്മാനങ്ങൾ നേടിയാണ് ശ്രാവൺ കൃഷ്ണ നമ്മളോടൊപ്പം ചേരുന്നത്. ശ്രാവൺ, നമസ്കാരം. നമസ്കാരം. എന്തിനൊക്കെയാണ് സമ്മാനം കിട്ടിയത്? കഥാരചന, സംസ്കൃതം, ചമ്പു പ്രഭാഷണം, പിന്നെ പ്രഭാഷണം 3 സംസ്കൃതോത്സവത്തിലെ ഐറ്റത്തിലാണ്. കഴിഞ്ഞ വർഷവും സമ്മാനം നേടിയില്ലേ? കഴിഞ്ഞ വർഷം ഇതേ സെയിം ഐറ്റത്തിലാണ് നേടിയത്. ജില്ലയിലേക്ക് പോയിരുന്നു? ജില്ലയിലേക്ക് പോയി. അവിടെ എ ഗ്രേഡ് ആയിരുന്നു. ഈ പ്രാവശ്യം 1ാം സമ്മാനം ജില്ലയിൽ വാങ്ങുമോ? ട്രൈ ചെയ്യാം. ആരാണ് ഇതിനെല്ലാം സഹായിച്ചുകൊണ്ടിരിക്കുന്നത്? CP സാർ, ഇവിടുത്തെ സംസ്കൃതം സാറ്, അശ്വിനി മിസ്, പിന്നെ എൻ്റെ ഫാദർ. ഈ സംസ്കൃതത്തിൽ പ്രത്യേകം താല്പര്യം തോന്നാനായിട്ട് കാര്യമുണ്ട്? അങ്ങനെ ഇതില്ല. എനിക്ക് സംസ്കൃതം ഇഷ്ടമാണ്. മാത്രമല്ല എൻ്റെ അച്ഛൻ സംസ്കൃതം സാറാണ് മഹാരാജാസ് കോളേജിൽ. എൻ്റെ അച്ഛൻ എനിക്ക് പഠിപ്പിച്ചു തരും. ഇവിടുത്തെ ടീച്ചേഴ്സും നല്ല മോട്ടിവേറ്റ്. സംസ്കൃതത്തിൽ എന്താണ് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് പങ്കുവെക്കാൻ പറ്റിയ സംസ്കൃതത്തിൽ എന്തായിട്ടുള്ളത്? പ്രഭാഷണമുണ്ട്. ഒരു കുറച്ച് വാക്കുകളൊന്ന് പറഞ്ഞു. സഭായ നമഃ. അഹമദ്യ വിദ്യാഭ്യാസഃ സാമൂഹിക സേവനം ച ഇതി വിഷയെ കിഞ്ചിത് വക്തുമിച്ഛാമി. ബാലകേഷു അനേകാः വാസനാः അന്തർലീനാः സന്തി. താസു ശിഷ്ടാः ദുഷ്ടാശ്ച സന്തി. താസു ശിഷ്ടാനാം വികാസനം ദുഷ്ടാനാം ഉച്ഛേദനം ച കർത്തവ്യമസ്തി. പ്രാഥമികോ വിദ്യാലയः ഉപരി പ്രോക്ത കാര്യകരണ പരിശീലന കേന്ദ്രം ഭവതി. സർ, ഇത് വിദ്യാഭ്യാസവും സാമൂഹിക സേവനത്തെക്കുറിച്ചുള്ള പ്രഭാഷണമായിരുന്നു. നമ്മൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ സംസ്കൃതവുമായിട്ട് ബന്ധപ്പെട്ട് ആളുകൾ കൂടുതൽ ഇത് നേടുന്നുണ്ടോ? അതിനെക്കുറിച്ച് അറിവ് നേടുന്നുണ്ടോ? തീർച്ചയായും സംസ്കൃതത്തെ നല്ലോണം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ സംസ്കൃതോത്സവം ഉള്ളപ്പോൾ തന്നെ ഈ സംസ്കൃതം വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഒരു പ്രചോദനം തന്നെയാണ് ഈ സംസ്കൃതോത്സവം. എല്ലാവരുടെയും ശ്രദ്ധ ഞാനിങ്ങോട്ടൊന്ന് ക്ഷണിക്കുകയാണ്. ഞങ്ങൾ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഇതിൽ 1ാം സ്ഥാനം ആർക്കാണ്. കാരണം ഞങ്ങളെക്കാൾ നല്ല വിധികർത്താക്കളാണെന്ന് ജഡ്ജസ്, രക്ഷിതാക്കൾ, അധ്യാപകർ. അതുകൊണ്ട് കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. കാരണം ആ കുട്ടിയുടെ ഭാവം, സാധാരണ ഭാവം വരുത്തുക 2ഇടത്താണ്. 1 മിഴിയിൽ, 2 അധരത്തിൽ. ഈ 2 ഭാവമാണ് നമുക്ക് അകലെ കാണാൻ പറ്റുക. പക്ഷേ ശരീരത്തിലൂടെ ആ ഭാവം കൊടുത്തുകൊണ്ട് ആ കുഞ്ഞ് ചെയ്തപ്പോൾ, കഴിഞ്ഞ വർഷം സ്റ്റേറ്റിൽ സമ്മാനം കിട്ടിയായിട്ടാണ് ആ കുട്ടി ചെയ്തത്. അതിനേക്കാൾ ഭംഗിയായിട്ടാണ്, ഹൈസ്കൂളിലെ കുട്ടികൾക്കാൾ ഭംഗിയായിട്ടാണ് ആ കുട്ടി ചെയ്തത്. ഒന്ന് അടിക്കും ആരാണെങ്കിലും. 1ാം സ്ഥാനം. അവരുടെ മത്സരം ഇവിടെ അവസാനിക്കുകയാണ്. ആ മോള് ഹൈസ്കൂളിലൊക്കെ ആയിരുന്നെങ്കിൽ സ്റ്റേറ്റിൽ പോയി വന്നേനും. കോഡ് നമ്പർ 7. ശ്രീ സാറ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുട്ടികളെ, സുഹൃത്തുക്കളെ, ഇന്നിവിടെ ഈ 1ാം വേദിയിൽ അവതരിപ്പിച്ച പ്രോഗ്രാമിൻ്റെ തീരാറായപ്പോഴാണ് ഇവിടെ എത്തിയത്. ജഡ്ജസിൻ്റെ നല്ല അവതരണമായിരുന്നു. ആ അവതരണം തന്നെ നമ്മുടെ കുട്ടികൾക്കേറെ പ്രോത്സാഹനം കിട്ടുന്ന ഒന്നാണ്. നമ്മുടെ ഈ പ്രോഗ്രാം നാളത്തെ കൊണ്ട് അവസാനിക്കുകയാണ്. മട്ടാഞ്ചേരി സബ് ജില്ലാ കലോത്സവം എപ്പോഴും നമുക്ക് ജില്ലയിലേക്കും ജില്ലയിൽ നിന്നും നമുക്ക് ഒരുപാട് സമ്മാനങ്ങൾ കിട്ടാറുണ്ട്. ഈ പ്രോഗ്രാമിന് പങ്കെടുത്ത ഗ്രേഡ് വായിക്കുന്നത് കേട്ടു. ഏത് ഗ്രേഡായാലും, എ ആയാലും ബി ആയാലും സി ആയാലും ഏത് ഗ്രേഡായാലും നിങ്ങളുടെയൊക്കെ പെർഫോമൻസാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം തരുന്നത്. ആ മേഖലയിലേക്ക് വന്നിട്ടുള്ള എല്ലാ കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും അധ്യാപകരെയും എല്ലാം പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് വാക്കുചുരുക്കുന്നു. സാർ, ഈ കലോത്സവം ഇന്ന് 3ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ഒരു ഒരുക്കങ്ങളും അതിനുള്ള ഒരു സഹായങ്ങളും ഒക്കെ ഏതെല്ലാം രീതിയിലാണ് പോകുന്നത്? കലോത്സവം മട്ടാഞ്ചേരി സബ് ജില്ലാ കലോത്സവമാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ആരംഭിച്ചത്. കലോത്സവത്തിന് ഇപ്രാവശ്യം KST എന്ന് പറയുന്ന അധ്യാപക സംഘടനയാണ് അതിൻ്റെ ഒരു നേതൃത്വം ഏറ്റെടുത്തിട്ടുള്ളത്. ഏറെ നന്നായി പോകുന്നുണ്ട്. ഏതാണ്ട് ഇന്ന് 7 വേദികളിലാണ് ഇവിടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു വേദിയിൽ പോയി കണ്ടിന് പോകുന്നതാണ്. ഇപ്പോൾ അതുപോലെ തന്നെ കലോത്സവത്തിൻ്റെ ഭാഗമായി വരുന്നവർക്കെല്ലാം നല്ല ഭക്ഷണം നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. പരാതികളോ ഒന്നുമില്ലാതെ നന്നായി പോകുന്നുണ്ട്.
മറ്റ് പ്രശ്നങ്ങൾക്കൊക്കെ പോലീസ് നന്നായിട്ട് ഇവിടെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് കലോത്സവത്തിൻ്റെ നാളെ സമാപിക്കുന്നത് ഏറ്റവും നന്നായി നമ്മുടെ സബ് ജില്ലാ കലോത്സവം കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്നുണ്ടെന്നുള്ളതാണ്. നമ്മളുടെ ഈ വിജയികളാകുന്നവർക്ക് എന്തെങ്കിലും MLA ഭാഗത്തു നിന്ന് എന്തെങ്കിലും സ്പെഷ്യൽ പ്രോത്സാഹനങ്ങൾ എന്തെങ്കിലും കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്? നമ്മളങ്ങനെ ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ കൊടുക്കുന്നത് ശരിയല്ലെന്ന് എൻ്റെ അഭിപ്രായം. വിജയികൾക്കൊക്കെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആലോചിച്ചിട്ട് ഒരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. ആ പ്രോഗ്രാമിൽ നമ്മൾ ചെയ്യും. ഉപജില്ലാ മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലയുടെ കലോത്സവത്തിൽ സമ്മാനാർഹരായ കുട്ടികൾക്കുള്ള സമ്മാന വിതരണത്തിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടത്തപ്പെടുന്നത്. ഇതിനുശേഷം ട്രോഫി കമ്മിറ്റിയുടെ മുന്നിൽ വെച്ച് ബാക്കിയുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നതാണ്. സമ്മാന വിതരണം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ബഹുമാന്യനായ കൊച്ചി നിയോജക മണ്ഡലം MLA മാക്സി അവർ ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഏറ്റവും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മുടെ സുധാ മാം, നമ്മുടെ ഈ പരിപാടിക്ക് ചിത്രം പിടിച്ച് നമ്മോടൊപ്പം നിൽക്കുന്ന സുധാ മാമിനെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ അധ്യാപക സുഹൃത്തുക്കൾക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമ്മുടെ സമ്മാന വിതരണം ആരംഭിക്കുകയാണ്. ദുൽഖർ നാസർ, ഗവൺമെന്റ് UPS പള്ളുരുത്തി. ലക്ഷ്മിപ്രിയ, SDPY ബോയ്സ് HSS പള്ളുരുത്തി.
പെൺമക്കൾ